KCAയിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ ക്രിക്കറ്റ് പരിശീലകൻ നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന ക്രൂരത. പരിശീലനത്തിനെത്തിയ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്ന് കണ്ടെത്തൽ. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മറവിൽ പെൺകുട്ടികളെ തെങ്കാശിയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ ഫോണിൽ ചിത്രീകരിച്ചുവെന്നും പരാതി. കോച്ച് മനുവിനെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ പരാതി വരും വരെ ഇക്കാര്യം അറിഞ്ഞില്ല എന്നാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ വിശദീകരണം. KCA സംഘടിപ്പിച്ച പിങ്ക് ടൂർണമെന്റിൽ പങ്കെടുത്ത പെൺകുട്ടിയാണ് മനുവിനെതിരെ പരാതി നൽകിയത്. ഈ വാർത്ത പുറത്തു വന്നതോടെ ഞെട്ടിപ്പിക്കുന്ന പീഡനത്തിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി പരാതികളാണ് തുടരെ പോലീസിന് ലഭിച്ചത്. KCAയുടെ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പരിശീലകനാണ് മനു. തിരുവനന്തപുരം സ്വദേശി. പെൺകുട്ടികളടക്കമുള്ളവർക്ക് 10 വർഷമായി പരിശീലനം നൽകുന്നുണ്ട്. കോച്ച് മനുവിനെതിരെ ആദ്യ പരാതിയിൽ 3 ആഴ്ച മുമ്പ് പോലീസ് കേസെടുത്തു. റിമാൻഡിലായി. തൊട്ടുപിന്നാലെ പരാതികളുടെ പ്രളയം. 6 പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2022 മുതൽ കഴിഞ്ഞ മാസം വരെ നടന്ന പീഡനങ്ങൾ സംബന്ധിച്ചാണ് പരാതികൾ. പെൺകുട്ടികൾ നൽകിയ മൊഴിയിൽ മനുവിന്റെ മൃഗീയ പീഡനത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരിശീലനത്തിനെത്തിയ കുട്ടികളെ പലയിടത്തായി വെച്ച് ബലാത്സംഗം ചെയ്തു. നെറ്റ് പ്രാക്ടീസിനിടെ പീഡിപ്പിച്ചു. ശരീരഘടന മനസ്സിലാക്കാനെന്ന പേരിൽ കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി. ടൂർണമെന്റിന് തെങ്കാശിയിൽ കൊണ്ടുപോയി നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു. പോലീസ് തെങ്കാശിയിലെത്തി പീഡനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനുവിന്റെ 2 ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഒരു ഫോൺ കാണാനില്ല. ഈ തെങ്കാശിയിലുള്ള ടൂർണമെന്റിലേക്ക് പോകുന്നത് അസോസിയേഷൻ അറിഞ്ഞിട്ടാണോ? അല്ല, അസോസിയേഷൻ അറിഞ്ഞിട്ടല്ല. മനു സത്യം പറഞ്ഞാൽ ഈ വിഷയം വരുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ്, ഏപ്രിൽ മാസം പകുതിയോടുകൂടി അദ്ദേഹം റിസൈൻ ചെയ്തിരുന്നു. സമീപകാലത്തൊന്നും കേരളം കേട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ക്രൂരതയാണ് KCAയുടെ പരിശീലകൻ മനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വർഷങ്ങളായി ഇത്രയധികം പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചിട്ടും മനുവിന്റെ ചെയ്തികളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലപാട്. 2 വർഷം മുമ്പ് മറ്റൊരു പെൺകുട്ടി മനുവിനെതിരെ പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ ആ പരാതി KCAയും മറ്റു കുട്ടികളും വിശ്വസിച്ചില്ല. കോടതിയിൽ അതിജീവിത മൊഴി മാറ്റിയതോടെ മനു രക്ഷപ്പെട്ടു. പിന്നീടും KCAയുടെ കോച്ചായി തുടർന്നു. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതും അയാൾ തുടർന്നു. അന്നീ നരാധമനെ നിയമത്തിന്റെ കണ്ണികൾ ഉപയോഗിച്ച് പൂട്ടിയിരുന്നെങ്കിൽ, KCAയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾ ഇത്ര ഹീനമായി ചൂഷണം ചെയ്യപ്പെടില്ലായിരുന്നു. KCAയുടെ നെറ്റ്സിൽ ഈ ക്രിക്കറ്റ് പ്രതിഭകളുടെ ചുടുകണ്ണീർ വീഴില്ലായിരുന്നു. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.